രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി 8:30-ക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന അറിയിപ്പ് നേരത്തെ വന്നിരുന്നു. എന്തായിരിക്കും മോദിക്ക് പറയാനുണ്ടാവുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. അരമണിക്കൂർ അദ്ദേഹത്തിൻ്റെ സംസാരവും പ്രസംഗവും കഴിഞ്ഞു. അരമണിക്കൂറുടനീളം വനിതാ സംവരണ ഭേദഗതി ബില്ലിന്മേൽ പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പ്രതിപക്ഷം രാജ്യത്തെ സ്ത്രീ മുന്നേറ്റത്തെ തടഞ്ഞു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നടപടിക്ക് രാജ്യത്തെ സ്ത്രീകൾ മറുപടി നൽകും. ഒപ്പം സ്ത്രീ വിരുദ്ധ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ നിലവിൽ ഭരണത്തിലുള്ള പാർട്ടികൾക്കൊക്കെ രൂക്ഷ വിമർശനവും പ്രധാനമന്ത്രിയുടെ വകയുണ്ട്. എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ DMK-ക്കും പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കുമൊക്കെ രൂക്ഷമായ വിമർശനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്ക് പ്രധാനപ്പെട്ട വാക്കുകളിലേക്കൊന്ന് വരാം. महिलाओं से उनके अधिकार छीनकर ये लोग मेजे थपथपा रहे थे. उन्होंने जो किया वो केवल टेबल पर थाप नहीं थी, वो नारी के स्वाभिमान पर, उसके आत्मसम्मान पर चोट थी. और नारी सब भूल जाती है, अपना अपमान कभी नहीं भूलती. इसलिए संसद में कांग्रेस और उसके सहयोग के उन सबके व्यवहार की कसक हर नारी के मन में हमेशा रहेगी. देश की नारी जब भी अपने क्षेत्र में इन नेताओं को देखेगी तो वो याद करेगी कि इन्हीं लोगों ने संसद में महिला आरक्षण को रोकने का जश्न मनाया था, खुशियां मनाई थी. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങളാണ് നമ്മൾ കണ്ടത്. ധനസുമോദ് അതിന്റെ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന്. സുമോദ്, ഈ 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുഖത്ത് വനിതാ സംവരണ ഭേദഗതി ബിൽ കൊണ്ടുവരുമ്പോൾ അത് പാർലമെന്റിൽ പരാജയപ്പെടും എന്നുള്ള ഉറപ്പ് നേരത്തെ തന്നെ BJPക്കുണ്ടായിരുന്നു. ഇനി ആ ബിൽ പരാജയപ്പെട്ടാലും സ്വീകരിക്കേണ്ട പ്ലാൻ ബിയും നേരത്തെ തന്നെ തയ്യാറായിരുന്നു. ആ പ്ലാൻ ബിയെ കുറിച്ചാണോ ഇപ്പോൾ മോദി സംസാരിച്ചത്? ഉച്ചയോടുകൂടിയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ 8:30 മണി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞത്. അപ്പോൾ മുതൽ രാജ്യം കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്താൻ പോകുന്നതെന്ന്. പക്ഷേ ഇന്നലെ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിൻ്റെ ആ ഒരു ജാള്യത മറക്കുന്ന ചില വാഗ്വിലാസം മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതിന് ഈ പ്രതിപക്ഷം അപ്പാടെ പ്രതിപക്ഷത്തെ താറടിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. കാര്യം ഈ പ്രതിപക്ഷ പാർട്ടികളെ കുടുംബ പാർട്ടികളായിട്ട് മാത്രം ചിത്രീകരിക്കുകയും ഈ സ്ത്രീ വിരുദ്ധ പാർട്ടിയായിട്ട് കോൺഗ്രസിനെ മുദ്ര കുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല DMK, കോൺഗ്രസ്, TMC, സമാജ്വാദി പാർട്ടി, നേരത്തെ സൈഫ് പറഞ്ഞ പോലെ തന്നെ ഈ 2 സംസ്ഥാനങ്ങളിലാണ് ഇനി തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കാനുള്ളത്. ബംഗാളിലും തമിഴ്നാട്ടിലും ഈ സ്ഥലത്തെ പാർട്ടി, ഈ സംസ്ഥാനങ്ങളിലെ പാർട്ടികളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇവർ സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് ചെയ്തത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല ഈ മണ്ഡല പുനർനിർണയം ഈ 543 നിന്നും 850 വർദ്ധിപ്പിക്കുന്ന ഇതിൽ വലിയ തരത്തിലുള്ള ഒരു മേന്മയാണ് താൻ ചെയ്യാൻ പോയിരുന്നത്. മാത്രമല്ല രാജ്യത്തിന് ഗുണം വരുന്ന ഒരു തീരുമാനമാണ് നടത്താൻ പോയിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് രാജ്യവ്യാപകമായി ഗുണം ചെയ്യുന്ന ഒരു ഏർപ്പാട് കൂടിയായിരുന്നു. പക്ഷേ അതെല്ലാം തല്ലി തകർക്കുകയാണ് ചെയ്തത് കോൺഗ്രസ്. മാത്രമല്ല GST ഭരണപരിഷ്കാരം, മുത്തലാഖ് തുടങ്ങിയ എല്ലാവിധത്തിലുള്ള പരിഷ്കാരങ്ങളും കേന്ദ്രം കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം ഈ തകർക്കുന്നൊരു നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്ഥിരം സ്വീകരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിലെ സ്ത്രീകൾ ഇതെല്ലാം തിരിച്ചറിയും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഭ്രൂണഹത്യയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. പക്ഷേ അപ്പോൾ
ആയപ്പോൾ പോലും മോദി ഉത്തരം പറയാത്ത പല ചോദ്യങ്ങളും ഇന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഇപ്പോഴും ഉത്തരം പറയുന്നില്ല. എന്തുകൊണ്ടാണ് 543 സീറ്റുകളിലെ 33% സംവരണം അത് നടപ്പാക്കണം, അത് നടപ്പാക്കിയാൽ തങ്ങൾ അനുകൂലമാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. ആ തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം പറയാതെ ഒരു പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ കടുത്ത ആക്ഷേപചരങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി അരമണിക്കൂർ നീണ്ട പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 60% വോട്ട് തനിക്ക് കിട്ടിയില്ല, പക്ഷേ സ്ത്രീകളുടെ 100% പിന്തുണ തനിക്കുണ്ടാകും എന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ അവസാനിപ്പിക്കുന്നത് വനിതാ സംവരണം നടപ്പാക്കാൻ സമയം വരും. ഇപ്പോൾ തങ്ങൾക്ക് നടപ്പാക്കാൻ അംഗബലം ഉണ്ടായിരുന്നില്ല, പക്ഷേ പരിശ്രമം അവസാനിക്കുന്നില്ല. വരും കാലങ്ങളിൽ തങ്ങൾക്ക് അവസരം ലഭിക്കും എന്ന് തന്നെയാണ് പറഞ്ഞാണ് ഇദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നത്. നേരത്തെ സെയ്ഫു പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഈ തരത്തിലുള്ള പ്രസംഗം ഈ പരാജയപ്പെട്ടപ്പോൾ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതുകൂടാതെ ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. വലിയ തരത്തിലുള്ള ഒരു തെരുവിലെ പോരാട്ടമാണ് ഡൽഹിയിലും ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നടന്നത്. അടുത്ത ദിവസവും ആ തരത്തിലുള്ള വലിയ ക്യാമ്പയിനാണ് BJP ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നെടും തൂണായി തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള കോൺഗ്രസിനെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയും ആക്ഷേപിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. യെസ്, ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ DMK-ക്കും ഒപ്പം ബംഗാളിൽ മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനുമൊക്കെ രൂക്ഷമായ വിമർശനം പ്രധാനമന്ത്രിയുടെ വകയുണ്ട്. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഉന്നം എന്ന് വ്യക്തമാക്കുകയാണ്. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുമ്പോൾ വനിതാ ബിൽ തന്നെയാകും കാര്യമെന്ന് കോൺഗ്രസ് ക്യാമ്പിലും ഏറെക്കുറെ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവർ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല എന്ന് തന്നെയല്ലേ വിലയിരുത്തേണ്ടത്. ഒരു രാഷ്ട്രീയ പ്രസംഗം മാത്രമായി ഇത് മാറുന്നു. അപ്പോൾ കാര്യമായ രീതിയിൽ ഇപ്പോൾ വനിതാ ബില്ലിന്മേൽ ഈ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നതിന് തൊട്ട് മുൻപ് BJP നേതാക്കൾ പറഞ്ഞതിൽ കൂടുതലൊന്നും പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടിയും രാജ്യത്തെ വനിതാ ശക്തിയെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷവും കോൺഗ്രസും നടത്തുന്നത്. സ്ത്രീവിരുദ്ധ പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു എന്നതടക്കമുള്ള കുറെ കൂടി മൂർച്ചയുള്ള ആക്ഷേപ ശരങ്ങൾ പ്രധാനമന്ത്രി ഉയർത്തുമ്പോൾ എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനെ നേരിടാൻ പോകുന്നത്? കോൺഗ്രസും BJPയും ഈ വിഷയത്തിൽ മുഖാമുഖം നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കാര്യം BJP ഒരു ഭാഗത്ത് അവരുടെ ക്യാമ്പയിൻ രീതികളുമായി മുന്നോട്ട് പോകുമ്പോൾ, അതായത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്ത്രീവിരുദ്ധ പാർട്ടികളാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ 25 വർഷം ഈ ഫ്രീസറിലാണ് ഇത് വെച്ചത്, ഈ സ്ത്രീ സംവരണ ബില്ല് വെച്ചത് എന്ന് പറയുന്നെങ്കിൽ എന്തുകൊണ്ടാണ് 10 വർഷത്തിലേറെ നിങ്ങൾ തന്നെയാണ് അധികാരത്തിലിരിക്കുന്നത്, എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? മാത്രമല്ല 2023 സ്ത്രീ സംവരണ ബില്ല് പാസ്സാക്കിയത്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ നടപ്പാക്കേണ്ട നോട്ടിഫിക്കേഷൻ ഏറ്റവും അവസാനം മിനിഞ്ഞാന്ന് മാത്രമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. ഇത് ഈ വിഷയത്തിൽ ഇവർക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന് തെളിയിക്കുന്ന 2 പ്രവൃത്തികളാണ് ഉണ്ടായത്. മാത്രമല്ല ഈ സ്ത്രീ സംവരണവുമായി മുന്നോട്ട് പോകണമെങ്കിൽ 2023 പാസ്സാക്കിയ ബില്ലിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് 2026 2026 സെൻസസിന് ശേഷം പിന്നീട് മണ്ഡല പുനർനിർണ്ണയം അതൊരു 6 വർഷമാണ് കഴിഞ്ഞ വർഷം എടുത്തത്. അങ്ങനെയാണെങ്കിൽ നീട്ടിക്കൊണ്ടു പോകുന്നതിന് പകരം കോൺഗ്രസ് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന് നേരത്തെ ഇതൊക്കെ ചെയ്യാമായിരുന്നു. മനഃപൂർവ്വം വെച്ച് താമസിച്ചതിന് ശേഷം അതിന്റെ പഴി മുഴുവൻ കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും തലയിൽ അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ആ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് മോഡിക്ക് ഇപ്പോഴും ഉത്തരമില്ല. ശരി, നാരീശക്തിയിൽ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം, ഇനി അതിനെങ്ങനെയായിരിക്കും കോൺഗ്രസും പ്രതിപക്ഷവും പ്രതിരോധം തീർക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്നു കാണാം.